വെള്ളാപ്പള്ളി നടേശനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രംഗത്ത് വന്നു. സംസ്ഥാനത്ത് മതം നോക്കിയല്ല വിദ്യാലയങ്ങൾ അനുവദിക്കുന്നതെന്ന് മന്ത്രി. എയ്ഡഡ് മേഖലയിൽ സ്കൂൾ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. NSSും SNDPയും പ്രത്യേക അപേക്ഷ നൽകിയിട്ടില്ല. അപേക്ഷ നൽകിയാലും പരിശോധിച്ചേ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരാമർശങ്ങൾ ജനാധിപത്യപരവും മതേതരവുമായിരിക്കണമെന്നും വെള്ളാപ്പള്ളിയെ മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മളൊരു ജനാധിപത്യപരമായിട്ടും മതേതരത്വപരമായിട്ടുള്ള വർത്തമാനമല്ലാതെ അതിനപ്പുറമുള്ള ഒരു വർത്തമാനവും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരാൾക്കും പുതിയ സ്കൂൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് SNDP NSS ഒന്നും പ്രത്യേകിച്ച് അപേക്ഷ നൽകിയിട്ടില്ല. അങ്ങനെ നമ്മൾ സ്കൂൾ അനുവദിക്കുന്നതല്ല. ഇനിയിപ്പം യാന്ത്രികമായി കണ്ണടച്ചുകൊണ്ട് മാത്രം അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അപേക്ഷ കിട്ടിയതിൻ്റെ പേരിൽ മാത്രം അതൊരു സ്റ്റഡി നടത്തി അവിടെ സ്കൂൾ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അതാണ് നമ്മുടെ LDF ഗവൺമെന്റ് നയം എന്ന് പറയുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ. സ്കൂൾ അനുവദിക്കുന്നതിന് സർക്കാരിനൊരു നയമുണ്ട്. അത് SNDP ആയാലും NSS ആയാലും അപേക്ഷിക്കണം ആദ്യം. ആ അപേക്ഷ വന്നിട്ടില്ല എന്ന് തന്നെയല്ലേ മന്ത്രി വ്യക്തമാക്കുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം? സുജയ, വളരെ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം അത് മലബാർ പ്രദേശങ്ങളിൽ 3 ജില്ലകളിൽ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും തങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതിന് മാധ്യമപ്രവർത്തകൻ റൈസ് റഷീദ് ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മൈക്ക് തട്ടിമാറ്റിയതും ശുഭതനായതും പിന്നീട് തീവ്രവാദി പരാമർശമൊക്കെ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂളുകൾ നിർമ്മിക്കാനായിട്ട്, അതായത് അവിടെ വയ്ക്കാനായിട്ട് സ്ഥലമുണ്ടെങ്കിൽ തന്നെയും അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുന്നു. അത് SNDP ആയാലോ NSS ആയാലോ ഇതുവരെയും ഒരു അപേക്ഷയും ഈ സർക്കാരിന്റെ കാലത്ത് നൽകിയിട്ടില്ല. ഇനി നൽകിയാൽ തന്നെ അതിൽ കൃത്യമായ പരിശോധന നടത്തി മാത്രമേ അങ്ങനെ ഒരു അനുമതി നൽകുകയുള്ളൂ. അങ്ങനെ നടത്തിയാൽ തന്നെയും അത് സർക്കാരിന്റെ മേഖലയിൽ മാത്രമേ സ്കൂളുകൾക്ക് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, വെള്ളാപ്പള്ളിക്കുണ്ടായ അനുഭവം അത് ചോദ്യത്തിന് ശേഷം മാത്രമേ മറുപടി പറയുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു പരാമർശം വന്ന സ്ഥിതിക്ക് അത് എന്ത് തരത്തിലുള്ള പരാമർശമായാലും അത് ജനാധിപത്യപരവും മതേതരവുമായിരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ്, തിരുവനന്തപുരത്ത് നിന്ന്.